വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഓണ സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടോ? ഫസ്റ്റ് എപ്പിസോഡായിട്ടത് നമ്മുടെ സദ്യയിലെ പരിപ്പ് കറിയാണ്. അപ്പോൾ ഇനി ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് കണ്ട് അതേപോലെ അത് ട്രൈ ചെയ്തും കൂടി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ്, ഓണ സീരീസിലെ സെക്കൻഡ് എപ്പിസോഡായിട്ട് ഇടുന്നത് സാമ്പാറാണ്. അപ്പോൾ നമ്മുടെ സദ്യ സ്റ്റൈൽ സാമ്പാർ ഉണ്ടാക്കിയാലോ. സാമ്പാർ തയ്യാറാക്കാനുള്ള പച്ചക്കറികളെല്ലാം കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് കുക്കറിൽ വേവിക്കണ്ടെങ്കിൽ അല്ലാതെയും വേവിക്കാം കേട്ടോ. 1/2 കപ്പ് പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായ പച്ചമുളകും 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കും. ഞാനിവിടെ എടുത്തിരിക്കുന്ന തക്കാളി ചെറുതാണ്, അതുകൊണ്ടാണ് 2 ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് 2 വിസിൽ വരുന്നേരം കുക്ക് ചെയ്യാം. ഇനി കടായി അടപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്നൊന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കയും ചെറിയുള്ളിയും നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, സാദാ മുളക് പൊടിയാണ്. കാശ്മീരി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സാമ്പാർ പൗഡർ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാളംപുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുക നിങ്ങളിത് ചേർക്കണം എന്ന് തന്നെയാണ് കേട്ടോ. പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ ആ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ പറ്റും. പരിപ്പും പച്ചക്കറികളൊക്കെ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്നല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ഇരുന്നൊന്ന് തിളക്കട്ടെ കേട്ടോ. സാമ്പാർ നല്ല അടിപൊളിയായിട്ട് തിളച്ചു തുടങ്ങിയിട്ട് നമുക്കിനി ഇതിലേക്ക് വറവിടാം. അതിന് വേണ്ടി ഒരു പാൻ അടപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ, അതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒന്ന് പൊട്ടി വരട്ടെ. കടുകും ഉലുവയെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിലേറെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വറവ് ഇവിടെ റെഡി. ഇനി ഈ വറവ് നമ്മുടെ ആ തിളയ്ക്കുന്ന സാമ്പാറിലേക്ക് അങ്ങ് ചേർത്തങ്ങ് കൊടുക്കുക.
ഇത് നമ്മുടെ സദ്യ സ്റ്റൈൽ അടിപൊളിയായിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ബൗളിലേക്കൊന്ന് മാറ്റി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. ഓണം സീരീസിലെ സെക്കൻഡ് എപ്പിസോഡായിട്ടുള്ള ഈ ഒരു സാമ്പാർ റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങളും കൂടി കമൻസിലൂടെ പറയണം കേട്ടോ. അപ്പോൾ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓണത്തിൻ്റെ റെസിപ്പികളെല്ലാം ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന രീതിയിലാണ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ എപ്പിസോഡായിട്ട് ഇട്ടിട്ടുള്ളത് നമ്മുടെ സദ്യ സ്റ്റൈൽ പരിപ്പ് കറിയാണ്. അപ്പോൾ ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നമ്മൾ സദ്യയിൽ ചിലയിടങ്ങളിലൊക്കെ വറുത്തരച്ചിട്ടുള്ള സാമ്പാറൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വറുത്തരച്ചിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. വറുത്തരച്ചിട്ടുള്ള സാമ്പാറും അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അടുത്ത എപ്പിസോഡായിട്ട് ഈ ഓണം സീരീസിലെ അടുത്ത എപ്പിസോഡായിട്ട് ഏത് റെസിപ്പി വേണമെന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും ചെയ്യുന്നതാണ്. എന്തായാലും ഇന്ന് കാണിച്ചിട്ടുള്ള സാമ്പാർ തയ്യാറാക്കാൻ എളുപ്പമല്ലേ, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സാമ്പാറല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു ഈസി ആയിട്ടുള്ള സദ്യ സ്റ്റൈൽ സാമ്പാർ റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാനും അതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴത്തെ ഓണം സീരീസിൻ്റെ എപ്പിസോഡുകൾ ഒന്നുപോലും മിസ്സാവാതിരിക്കാനും നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി ഓണവിഭവമായി നമുക്ക് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. അതുവരെ ടാറ്റാ.